അത് തന്നെ ഞങ്ങളും പറയണേ. പ്രധാന ഉത്സവം സ്ഥിരമായിട്ട് ഒരു കൂട്ടിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് ഭഗവതി എന്താ തുള്ളി പറഞ്ഞു. കൊടിയേറ്റ ഉത്സവം കേമത്തിൽ കേമാക്കാൻ വടക്കുംപുറത്താർക്കെ കഴിയും തെളിയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം ഇല്ലാച്ചാൽ റിസീവർ പറഞ്ഞോളുക. തെക്കുംപുറത്താർ നയിച്ചത് നാട്ടുകാർ കണ്ടേ. ഏതൊരു ടം കുതിരയെടുപ്പും കാക്കരശി. ഹായ്, ഒന്നും പറയണ്ട. ഭഗവതി പുഴ കടന്ന് പോവാത്ത് തറവാടിന്റെ സുഹൃതാന്ന് തിരിച്ചാൽ മതി. വക്കീലദ്ദേഹം, എനിക്ക് അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുക, ഉത്സവ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ അല്ല അസാരം അധിക്ഷേപിച്ചു വിട്ടുകളയാവുന്ന ധാരണയിലാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുന്നത്? വെറുതെ എന്തിനാ അതുവിധം പറഞ്ഞ്? എന്നാ കേട്ടോളുക, പുതിയൊരു ഏർപ്പാടിനും വടക്കുംപുറ ഇല്ല. കീഴ്വഴക്കം ഉണ്ടാവിച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്ത് കീഴ്വഴക്കം? ഒക്കെ ഉണ്ടാക്കിയതല്ലേ. കൊടിയേറ്റോത്സവം ഇക്കുറി ഞങ്ങൾ നടത്തിയാൽ നടക്കുമെന്ന് നോക്കട്ടെ. കാരണവന്മാർ സംസാരിക്കുന്നിടത്ത് ഇളമുറക്കാരൻ എന്താ കാര്യം? ആവശ്യമില്ലാത്തത് കാര്യത്തിന് സംസാരിക്കണ്ട. ബാലേന്ദ്രനോട് ചോദിച്ചില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഓരോ കൂട്ടർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങടെ അനുസരിക്കുക. അനുസരിപ്പിക്കാനുള്ള യോഗ അച്ചാൽ തെക്കുംപുറത്തുകാരുടെ പട്ടിയെ കിട്ടില്ല. വേറെ ആളെ നോക്കിയാൽ മതി. പാടോ കാര്യസ്ഥന്മാരുടെ ഭരണം. വക്കീലെ, ഒന്ന് ഞാൻ പറയാം, വക്കീലിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. പ്രശ്നം തിരുവേനിക്ക് വിടുക. തിരുമേനി ഒരാഴ്ച മുമ്പ് എത്തുമെന്നായിരുന്നു കരുതിയത്. ദീർഘയാത്രയായിരുന്നില്ലേ? താണ്ടാത്ത ദൂരങ്ങളില്ല. കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു. തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ടിപ്പോ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം 10-20 വർഷമായില്ലേ വെച്ച് നടത്തുന്നു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ, മഠത്തിലിരുന്ന് ആലോചിക്കാം. സകുങ്കുമവിലേപനാളികചുംബികസ്തൂരിക സമന്തഹസിതക്ഷണം സചരചാപപാശാങ്കുശ ആശേഷജനമോഹിനി മരുണമല്യ ഭൂഷോജ്വല ജപാകുസുമഭാസുരം ജപവിധൗ സ്മരേരംബിക. ഇരിക്ക. ആ, നിശ്ചയിച്ച പോലെ തന്നെ നറച്ചിട്ട് തീരുമാനിക്ക. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ. തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ? മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ, പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയ ഒരു കഥയല്ലേ ഉള്ളു പറയാൻ. അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂരി പൂജാരിയായിരുന്ന കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണെന്ന ഐശ്വര്യം ഒക്കെ ഉണ്ടായത്. ഈ കാണുന്നെന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഗോന്നമെന്നെ? ഉവ്വോ ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. 3 വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമാവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങി വെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന, പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് രണ്ടിലൊരു ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകേടുണ്ട്. ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കണോ, തട്ടി തടഞ്ഞു വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെറിയ മേലെ. എന്താടോ ചിലവത്ര മോശ? കേക്കെ ചിരിച്ചൊരു ചിരവ ചിട്ടി കൊണ്ട് തോന്നാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞു നിന്ന് നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പൊ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണ കുട്ടിയമ്മായി. എന്താ വിളിച്ചേ?
കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവോ? അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ കൂടെ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. ഈ പുറം വീണാൽ കൊടിയേറ്റം മുതൽ 5 ദിവസത്തെ ഉത്സവം വടക്കുംപുറത്തുകാർക്ക്, മറുപുറം വീണാൽ തെക്കുംപുറത്തുകാർക്ക്. തർക്കം ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. കൊടിയേറ്റം വടക്കുംപുറത്തുകാർ നടത്തട്ടെന്ന ഭഗവതിയുടെ കൽപ്പന. അറിയാത്തതെന്തും ഈ അമ്മ കാണുന്നു എന്ന് കൂട്ടിക്കോ. മഞ്ഞു കൊണ്ടു മൂടിയാലും മലര് കൊണ്ടു മൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. കലാപരിപാടിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇത്തവണയും ജയദേവന്റെ കഥാപ്രസംഗം തന്നെ, അതിന് മാറ്റമില്ല. കഴിഞ്ഞ 2 വർഷവും വടക്കുംപുറത്തുകാരുടെ കൊടി പാറിച്ചത് ജയദേവന്റെ കഥാപ്രസംഗം. അങ്ങനെ ദശരഥ മഹാരാജാവ് ഒട്ടും നനച്ചിരിക്കാതെ അന്തമില്ലാത്ത സന്താപ സമുദ്രത്തിലേക്ക് വീണു. കുമാരാനി കാട്ടിൽ വസിക്കണം 14 വർഷം. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ഉണ്ണി കുമാരാനി കാട്ടിൽ വസിക്കണം 14 വർഷം. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. തളിരുപോലുള്ള നിൻ പാദങ്ങൾ കാട്ടിലൂടലയുന്നതോർക്കുവാൻ വയ്യ. തളിരുപോലുള്ള നിൻ പാദങ്ങൾ കാട്ടിലൂടലയുന്നതോർക്കുവാൻ വയ്യ. വിഷനാഗമിഴയുന്ന വീതിയിലൂടെ നീ വിഹരിപ്പതോർക്കുവാൻ വയ്യ. അരയിൽ നിന്നീ മലർ പട്ടഴിക്കെന്നുണ്ണി മരവുരി ചാർത്തുന്നതോർക്കവയ്യ, ഓർക്കവയ്യ. എങ്കിലും ഉണ്ണി കുമാരാനി കാട്ടിൽ വസിക്കണം 14 വർഷം. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ഉണ്ണി കുമാരാനി കാട്ടിൽ വസിക്കണം 14 വർഷം.
സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരച്ചു നോക്കുന്ന ഈ കഥ, അയോധ്യയുടെ കഥ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്ന ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്.